ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യജീവൻ രക്ഷിച്ചുകൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പുതിയ ചരിത്രം കുറിച്ച് മുന്നേറുകയാണ്. യാത്രക്കാരെ സുരക്ഷിതമായി ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ മാത്രമല്ല, കൃത്യമായി സുരക്ഷിതമായി ഒരു പാർസൽ യാത്രക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുക മാത്രമല്ല, ഒരു ജീവൻ കൂടി സുരക്ഷിതമായി എത്തിക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് കഴിയുമെന്ന് ഇപ്പോൾ റെയിൽവേ തെളിയിച്ചിരിക്കുകയാണ്. സൂറത്തിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹൃദയം എത്തിച്ചാണ് റെയിൽവേ പുതിയ ചരിത്രം കുറിച്ചത്. മുംബൈ സെൻട്രൽ ഗാന്ധിനഗർ ക്യാപിറ്റൽ വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് ഹൃദയം വിജയകരമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. അഹമ്മദാബാദ് മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജിയിൽ പ്രവേശിക്കപ്പെട്ട രോഗിക്കായി സൂറത്തിൽ നിന്നുള്ള ഹൃദയം എത്തിക്കാനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് തെരഞ്ഞെടുത്തത്. ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഗുജറാത്ത് പോലീസ്, ഡോക്ടർമാരുടെ സംഘം എന്നിവർ ഒന്നായി പ്രവർത്തിച്ചതോടെ അവയവം സ്വീകർത്താവിൽ കൃത്യസമയത്ത് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു. വന്ദേ ഭാരതിന്റെ അതിവേഗവും ഇന്ത്യൻ റെയിൽവേയുടെ ഇടപെടലും ഈ രക്ഷാ ദൗത്യം, അതായത് ഈ ജീവൻ രക്ഷാ ദൗത്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ അവയവം പ്ലാറ്റ്ഫോം 1 മുതൽ മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി വരെ പ്രത്യേകം തയ്യാറാക്കിയ ഗ്രീൻ കോറിഡോർ വഴിയാണ് എത്തിച്ചത്. ഇന്ത്യൻ റെയിൽവേക്ക് വിജയകരമായ നിമിഷമാണ് ഈ പ്രവർത്തനമെന്ന് അഹമ്മദാബാദ് ഡിവിഷണൽ റെയിൽവേ മാനേജർ വേദ് പ്രകാശ് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അവയവം മാറ്റിവെക്കൽ ദൗത്യത്തിൽ ഓരോ മിനിറ്റും അതീവ നിർണായകമാണ്. ദാതാവിന്റെ ഹൃദയം വിജയകരമായി എത്തിക്കുന്നതിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വേഗത, കൃത്യനിഷ്ഠത, വിശ്വാസ്യത എന്നിവ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 1-2 മിനിറ്റ് ട്രെയിൻ വൈകിയാൽ മൊത്തം ഏകോപനങ്ങളും ഒരു പാളിച്ച ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു തരത്തിലുമുള്ള സമയ നഷ്ടമോ ഒരു തരത്തിലുമുള്ള പാളിച്ചകളോ വരാതെ കൃത്യമായി തന്നെ വന്ദേ ഭാരത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാര്യക്ഷമവും മാനുഷികവുമായ സേവനത്തിലൂടെ ജീവൻ രക്ഷിക്കുന്ന സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യൻ റെയിൽവേ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. യാത്രക്കാരെ കൃത്യസ്ഥലത്ത് കൃത്യമായ സമയത്ത് എത്തിക്കാൻ മാത്രമല്ല, മെഡിക്കൽ അടിയന്തരാവസ്ഥകളിലും അതിവേഗ ട്രെയിനുകൾക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഈ പ്രവർത്തനത്തിലൂടെ ഇന്ത്യൻ റെയിൽവേ തെളിയിച്ചിരിക്കുകയാണ്. വിമാനമാർഗവും റോഡ് മാർഗവും മാത്രമായിരുന്നു ഇത്രയും കാലം അവയവങ്ങൾ എത്തിച്ചേർന്നത്. എന്നാൽ വന്ദേ ഭാരത് ഏറ്റെടുത്ത പുതിയ ദൗത്യത്തിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ മികവ് തെളിയിക്കുകയാണ് ചെയ്തത്. വിമാനമാർഗവും റോഡ് മാർഗവും പ്രയോഗികമല്ലാത്ത സാഹചര്യത്തിൽ രാജ്യത്തുടനീളം അവയവങ്ങൾ മാറ്റിവെക്കുന്നതിനായി റെയിൽവേ ഈ ഒരു വലിയ ശൃംഖല അത് വ്യാപകമായി ഉപയോഗത്തിന് ഈ ദൗത്യത്തിന്റെ വിജയം വഴിയൊരുക്കുന്നുവെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കേരളത്തിലും സമാനമായി മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് വന്ദേ ഭാരത് വഴി വൃക്ക എത്തിച്ച് വിജയകരമായ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായാണ് വന്ദേ ഭാരതിലൂടെ ഒരു ജീവനുള്ള ഹൃദയം മാറ്റിവെക്കലിനായി എത്തിയിട്ടുള്ളത്. അങ്ങനെ യാത്രക്കാരെയും പാർസലുകളും ഒക്കെ മാത്രമല്ല, മനുഷ്യ അവയവങ്ങളും റെയിൽവേക്ക് കൃത്യമായി തന്നെ എത്തിക്കാൻ സാധിക്കുന്നു. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വലിയൊരു നേട്ടം അല്ലെങ്കിൽ വലിയൊരു പ്രയോജനം തന്നെയാണ്.